ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ. മകളെ, ഇന്ന് ഒരു കൊല ഇന്ന് നടക്കും, കണ്ടോണം. വെട്ടിയാൻ പിരുത്തും. പോരെ, കാണണമെങ്കിൽ എല്ലാവരും കൂടെ പോരെ എന്നും പറഞ്ഞൊക്കെ ഞാൻ തട്ടുമൊക്കെ ഉടുത്ത് മടക്കി കത്താളമൊക്കെ ആയിട്ട് പോയതാണ്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ചെന്നപ്പോഴാണ് നല്ലൊരു റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്ന കണ്ട്. ആ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടതുകൂടി തന്നെ എൻ്റെ മനസ്സങ്ങ് മാറി. പിന്നെ ഒന്നും നോക്കിയില്ല. ആ റോസാപ്പൂവിനെ ഞാൻ നീട്ടി വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഹായ് റോസാപ്പൂ എന്നും പറഞ്ഞൊരു ഉമ്മയും കൊടുത്തു. നേരെ ഇച്ചിരിയും കൂടെ അങ്ങോട്ട് നടന്നപ്പോൾ ഇതാ കിടക്കുന്നു കപ്പ നല്ലപോലെ പഴുത്തിയിരിക്കുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഒരു കപ്പ അടത്തിയിട്ട് അതൊരു ഷേക്കടിക്കാവുന്നതായി. എന്നാലും വേണ്ട, ഒരു കൊല നടത്തിയേക്കാമെന്ന് വിചാരിച്ച് തൊട്ടടുത്തോട്ട് നോക്കിയതാ. ഇതാ കിടക്കുന്നു നമ്മുടെ വാഴ, നല്ല കൊലച്ച് നല്ല വിളഞ്ഞ് നിൽക്കുന്നു ഗേയ്സ്. അപ്പം ഇത് പഴുത്ത കായല്ല, ഇത് കായാണ്. അതായത് കറി വെക്കാനുള്ള കായാണ് ഈ വിളഞ്ഞ് നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് തൂങ്ങിക്കിടക്കുന്ന ആ പഴയ ഉണങ്ങിയ വള്ളികൾ കണ്ടോ? സംഭവം എന്തുവാണെന്നറിയാമോ? എല്ലാ വാഴയിലും ഉണങ്ങിയ വള്ളികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. അത് കിടക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ കായ് എങ്ങോട്ട് വെട്ടിയിടാം എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ വള്ളിയിലൊന്ന് പിടിച്ച് ഞാത്തിയാൽ മതി. അപ്പോൾ ആ കായ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനനുസരിച്ച് രണ്ട് വെട്ട് വാഴയ്ക്ക് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ആ സൈഡിലേക്ക് തന്നെ ഈ വാഴ വീഴുന്നതായിരിക്കും. അപ്പം ഞാൻ ഒന്നും കൂടി ആ വള്ളിയിലൊന്ന് പിടിച്ച് നോക്കുവാണ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് ആ വള്ളിയെല്ലാം ഒന്ന് നീക്കിയിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് പിടിച്ച് നോക്കുവാണ് അത് എങ്ങോട്ടാണ് വീഴുന്നതെന്ന്. കറക്റ്റ് അത് ഇടത്തെ സൈഡിലോട്ട് വീഴാനാണ് ഭാഗം. അപ്പം ഞാൻ ആദ്യം വലത്തൊരു വെട്ടിയിട്ടുണ്ട്. ആ കത്താൾ ഊരി വീണ്ടും ഞാൻ ഇടത്തേക്കൊരു വെട്ടും കൂടെ വെട്ടുവാണ്. പറഞ്ഞു തീരുന്നില്ല, അതിനു മുമ്പേ ഇതാ കിടക്കുന്നു വാഴ. കണ്ടോ? കറക്റ്റായിട്ട് ആ സൈഡിൽ തന്നെ വാഴ വീണു. അപ്പം ഇനി ഒന്നും നോക്കണ്ട, കായുടെ നടുഭാഗത്തായിട്ടൊരു വെട്ടുകൊടുത്ത് കാ പൊക്കി തൂക്കി തോളിലിടുക എന്നുള്ളത് മാത്രമാണ്. നല്ല വിളഞ്ഞ കായാണ് കേട്ടോ. അപ്പം നേരെ ഒരു വെട്ട് കത്താളം അങ്ങോട്ട് താഴെയിട്ട് അവനെ പൊക്കിയെടുത്ത് തോളയിലോട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിൽ വിളഞ്ഞ നമ്മുടെ നിൽക്കുന്ന എല്ലാ വായും ഇതാണത് വിളഞ്ഞ കായാണ് വരുന്നത്, പഴമല്ല. നമുക്ക് തോരനും അവിയലും എല്ലാം വെക്കാൻ പറ്റുന്ന കായാണിത്. അപ്പം അവനെ പൊക്കിയെടുത്ത് നമ്മൾ തോളയിട്ടിട്ടുണ്ട്. കിങ്ങിണീസിൻ്റെ അടുത്ത് പറഞ്ഞു കൂടെ പോരാൻ. അപ്പം നേരെ വർക്ക് ഏരിയയുടെ മുമ്പിലോട്ട് നമ്മൾ കൊണ്ടുവെക്കും ഇത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അമ്മച്ചി ഇങ്ങോട്ട് വന്ന് നോക്കും സംഭവം ഇത് വിളഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. വിളഞ്ഞെന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോൾ പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത് അമ്മച്ചിയാണ് വന്ന് ഇത് മൊത്തം കട്ട് ചെയ്ത്, നമ്മുടെ അപ്പുറം ഇപ്പുറം ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം നമുക്കും തോരൻ വെക്കാനുള്ള ഇതിനകത്തുനിന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ.